ഹലോ ഫ്രണ്ട്സ്, മുട്ട നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് ഇച്ചിരി പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് ഒന്ന് റോസ്റ്റായി എടുക്കുമ്പോഴേക്കും അതിലോട്ട് ഞാൻ ഇച്ചിരി മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലി ഒന്ന് ജസ്റ്റ് റോസ്റ്റായി വരുമ്പോഴേക്കും ഇതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വെളുത്തുള്ളി നമ്മൾ തൊലിയൊന്നും കളയാതെ തന്നെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമ്മൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമ്മളതിലോട്ട് പിന്നെ ചേർക്കുന്നത് കറി ലീവ്സാണ്. കുറച്ച് കരിവേപ്പില കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫൈനലായിട്ട് നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. ലാസ്റ്റ് വൺ നമ്മൾ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഒരു നല്ല ആ കറിവേപ്പില ഒന്ന് പൊടിഞ്ഞ് വരുന്ന രീതിയിൽ ആവണം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആവും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ബോയിൽ ചെയ്തിട്ടുള്ള മുട്ട ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നത് കാരണം ഒന്ന് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഞാനിത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് അധികം പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതിയാവും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ മുട്ട എല്ലാം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ലാസ്റ്റ് വൺ നമ്മളിതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ അതുകൂടി ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് എല്ലാം ഇടണമെന്നില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് മിക്സാക്കി സെർവിങ് ബൗളിലോട്ടെടുത്ത് വെച്ചതിന് ശേഷം കഴിക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഐറ്റമാണ്. നല്ല രസമാണ് കഴിക്കാനായിട്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ ഒരു മുട്ട നിങ്ങൾ കഴിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.